എന്തായാലും ഇപ്രാവശ്യം ലാസ്റ്റ് ഇയർ ആണ്. നിങ്ങൾക്ക് കലോത്സവത്തിൽ ഇനി അടുത്ത വർഷം ചാൻസ് ഇല്ല. നിർണായക മത്സരമായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല അടിച്ചു പൊളിച്ച് ചെയ്തായിരുന്നോ? നന്നായിട്ട് ചെയ്തു. മണവാളന്റെ ഒരു ചിരി എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് തമിഴ് കൾച്ചറിന്റെ ഒരു ഭാഗമായ ആ ഒരു കരകാട്ടം ഒരു ചിന്ത ആ ഒരു മനസ്സിലിങ്ങനെ തോന്നാൻ വട്ടപ്പാട്ട് കാണാം. വീട് പാടുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു കാര്യം പറയുന്നത്, ഞാൻ സത്യത്തിൽ ഈ നൃത്ത മറ്റേ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സാധാരണ നമ്മുടെ മലയാളം കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് സാധാരണ ഞാൻ നിൽക്കാറ്. പക്ഷേ പുതിയ പുതിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു കലാ ഉത്സവത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും അല്ലേ? ഹലോ നമ്മുടെ കുട്ടികളെ അല്ലേ മനുഷ്യരാണോ അല്ലേ? അതെ, അപ്പോൾ ഗംഭീരാക്കല്ലോ. വെരി ഗുഡ്. കണ്ടിട്ട് പോകുന്നു. അപ്പൊ കോഴിക്കോട് വന്ന ഭക്ഷണം കഴിക്കുക, കൊല്ലത്ത് വന്ന ഫുള്ള് കറക്കും. നാളെ എല്ലാം ഫുള്ള് കറങ്ങി കഷ്ടോടി വർക്കല ഫുള്ളൊന്നും. അപ്പൊ കൊല്ലത്ത് വന്ന രണ്ടിട്ട് ഗുണം, ഒന്ന് കലോത്സവം കാണാം, മറ്റൊന്ന് അടിച്ചു പൊളിക്കാം. അപ്പൊ ഏതായാലും വളരെയധികം നന്ദിയുണ്ട് എല്ലാ പ്രേക്ഷകരും ഒപ്പം ട്രെയിഡ് നല്ല ട്രെയിഡ് വാങ്ങട്ടെ. ആശംസകൾ. ബൈ. ഡ്രസ്സ് വിധാനങ്ങളും അവരുടെ മേക്കപ്പും ഒക്കെ തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സും അവരുടെ മേക്കപ്പും ഒക്കെ തന്നെയാണ് അല്ലേ? എല്ലാവരും തൃശ്ശൂരാണുള്ള ദൈവമേ. ഏത് ക്ലാസ്സിലാണ്? ഏത് ക്ലാസ്സിലാണ്?
നമ്മുടെ കുട്ടികൾ ഒന്നിനൊന്നിനൊന്നിനൊന്നിനോ മെച്ചമായിട്ട് ഗംഭീരമായിട്ട് കളിക്കുകയാണ്. 10 ഉണ്ട്. അപ്പൊ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളാണ് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പാട്ട് സൂര്യ ഇനി എനർജി അപ്പൊ അവര് പാട്ട് ഒന്ന് നോക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വേദിയിലേക്ക് പോയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ വരാം. പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കാം. നിങ്ങളുടെ റിസൾട്ട് വരട്ടെ. എല്ലാവിധ ഓക്കെ. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ കുറച്ച് കലാകാരന്മാരൊക്കെ അവർക്കും അവസരം ഉണ്ടാകും പാട്ട് പാടാൻ. കരോക്കെ അടിപൊളി പാട്ടായിരിക്കും. വൈബായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കൊല്ലം ആശ്രമം മൈതാനി മൊത്തത്തിലൊന്ന് ഇളക്കി എല്ലാവരും ഓക്കെയാണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ ഒരു സ്റ്റാർട്ട് ചെയ്യല്ലോ. ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഹലോ. എടാ ഇവർക്ക് മ്യൂസിക് അവരുടെ കംപ്ലൈൻറ്റ് ആവുമോ? അല്ല ഇവിടെ ഓഡിയോ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് ഡാൻസിലേക്ക് പോകുന്നു. അടുത്ത് ജനടിയുടെ സ്റ്റുഡിയോയിൽ ഒരു കിടിലൻ പെർഫോമൻസുമായി കുറച്ച് കുട്ടികളെത്തിയിട്ടുണ്ട്. മക്കളെ എവിടെ നിന്നാണ്? ഏത് ജില്ല? തൃശ്ശൂർ ജില്ല. കുറേ പേര് തൃശ്ശൂർ നിന്നാണല്ലോ പറഞ്ഞത്. ഈ ഗ്രൂപ്പ് ഡാൻസുകാർ മൊത്തത്തിൽ തൃശ്ശൂർ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അത് ജയിച്ചാലും മധുരം തൃശ്ശൂർ ജില്ലയ്ക്കാണ്. ഇവിടെ ഓഡിയോ ഇല്ല. അപ്പോൾ ഇവരുടെ ജസ്റ്റ് വിശേഷങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണോ ഇപ്പോൾ? എന്താ തോന്നുന്നത്? കളിച്ചു കഴിഞ്ഞു, സ്റ്റേജിൽ നിന്ന് കളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വലിയ ക്ഷീണത്തിൽ നിൽക്കുകയാണല്ലേ? കളിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ തോന്നിയത്? വലിയ ആത്മവിശ്വാസമാണ്. വിജയം ആർക്കുമാകാം, പക്ഷെ നമുക്ക് പെർഫോം ചെയ്യുക, വേദിയിൽ പെർഫോം ചെയ്യുക, കുറേ നമ്മുടെ പെർഫോമൻസ് കാണുക, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും വിദ്യാഭ്യാസം നേടുക.
പല ജില്ലയിലും കൽപ്പറമ്പ് അങ്ങനെ എന്തെങ്കിലും ആ കവികൾ എഴുതിയതാരായിരുന്നത് Thank you.